ഷുഗറിന്റെ ബിപിന്റെ ഗുളിക കഴിച്ചിട്ടാണ് ചാവണത്. ചാവാതിരിക്കണത് നമ്മൾ ഗുളിക കഴിക്കുന്നത്. അപ്പൊ ഇയാൾ അവിടെ ചെന്ന് കുഴിക്കാതിരിക്കാൻ വേണ്ടി ഈ ഗുളിക കഴിച്ചോണ്ടാ പോകാൻ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി. കുമാര് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അയാള് ചാവാൻ പോണതിന് മുമ്പേ പൂജ ചെയ്ത് പിന്നെ അവിടെ ചെന്ന് ഇരുത്തി കുളിപ്പിച്ച് അവിടെ കൊണ്ടിരുത്തിയെന്ന് അയാൾ ഇതൊന്നും സത്യമുള്ള കാര്യമില്ല. അയാൾ കിടപ്പാണ്. അയാൾ വെളിയിൽ സൂര്യോദയം കാണാൻ അയാളെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ കിടന്ന ആളാണ്. യുവമാര് പറയുന്നത് ഒരു ചാവാൻ പോണ ഒരാളെ ഷുഗറിന്റെ ബിപിന്റെ ഗുളിക കഴിച്ചിട്ടാണ് ചാവണത്. ചാവാതിരിക്കണത് നമ്മൾ ഗുളിക കഴിക്കുന്നത്. അപ്പൊ ഇയാൾ അവിടെ ചെന്ന് കുഴിക്കാതിരിക്കാൻ വേണ്ടി ഈ ഗുളിക കഴിച്ചോണ്ടാ പോകാൻ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി. കാണാൻ പറ്റൂല. അല്ല ഇത് ചടങ്ങുണ്ട്. ശാസ്ത്രം തോറ്റു, സമാധി ജയിച്ചു. ആ ശരീരത്തിന്റെ 6 ആധാര ചക്രങ്ങൾ നടത്തി കുണ്ടലിനി ശക്തികൾ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അവൻ നിന്നത് ശാസ്ത്ര ലോകത്തിനൊന്നും അത് എവിടെയാ കിട്ടുക? ഇനി കണ്ടുപിടിച്ച് ഇനി വരാമ. ഇനി ഈ പറയണ കേട്ട് കഴിഞ്ഞ് ഇന്ന് ലോകത്ത് ഇനി ആര് സമാധി ആവൂലല്ലേ? ഇനി ആ പീഠത്തിൽ അച്ഛനിരുന്നു പ്രാണായാമം, മുന്നാധാരം, പിന്നാധാരം, മൂലാധാരം, അങ്ങനെ വേണ്ടുന്ന എല്ലാ ആധാരത്തിലും അച്ഛനെ കൊണ്ട് ഒപ്പിടിച്ചു. അതിനുശേഷം പാനിപൂരി, ബേൽപൂരി, മസാലപൂരി എന്നീ യോഗ ആചാര്യന്മാർ നിഷ്കർഷിച്ചിട്ടുള്ള എല്ലാ ചടങ്ങുകളും തീർത്ത ശേഷം അച്ഛന്റെ പ്രാണനെ ഉണർത്തി 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 ഉറക്കി. അതിനുശേഷം കുംഭകം ചെയ്ത് അച്ഛന്റെ എല്ലാ ജീവനും ഇങ്ങ് മോളി വരെ എത്തി. അപ്പോൾ അച്ഛന്റെ മുഖത്തുണ്ടായ ഒരു തേജസ് അതാരും കാണാൻ പാടില്ല, നമ്മൾ തൊടാൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ അച്ഛനെ സമാധിയാക്കി കോൺക്രീറ്റ് ഇട്ട് മൂടി. ഇത് മനസ്സിലാവാത്ത നാട്ടുകാരെ തെണ്ടികൾ പറയുന്നു ഞങ്ങൾ അച്ഛനെ തല്ലിക്കൊണ്ട് കുഴിച്ചു മൂടിയതാണ്. ഗ്രാമവാസി